ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കമ്പയറിംഗ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. കമ്പയറിംഗ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ രണ്ട് കമ്മോഡിറ്റീസ്, അതായത് ഏതെങ്കിലും രണ്ട് സാധനങ്ങൾ അതിനെ കമ്പയർ ചെയ്യാനും വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് തന്നെയാണ് കമ്പയറിംഗ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞ പേഴ്സൻറ്റേജ് വെച്ച് എങ്ങനെ കമ്മോഡിറ്റീസിനെ എന്ത് ചെയ്യാം, നമ്മൾ കമ്പയർ ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിപ്പം നമുക്ക് CBSEയിൽ ക്ലാസ് 7 തൊട്ട് നമ്മൾ തുടങ്ങുന്നതാണ് കമ്പയറിംഗ് ക്വാണ്ടിറ്റീസ്. നമ്മളിതിൻ്റെ ബേസിൽ നിന്ന് എൻ്റെ ഏറ്റവും ലാസ്റ്റ് വരെ നോക്കി പോവുകയാണ്. അത് ഒന്നോ രണ്ടോ വീഡിയോ ആയിട്ട്, രണ്ടോ മൂന്നോ വീഡിയോ ആയിട്ട് നമ്മളത് ഫുള്ളായിട്ട് എടുത്ത് തീർക്കും. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് മിക്കതും നമ്മളെ ക്ലാസ് 7ൽ പഠിക്കാനുള്ളതായിരിക്കും. അങ്ങനെ കൂടി 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 നമ്മൾ അവസാനം വരെ പഠിക്കും. ഇത് നമുക്ക് ഇവിടെ മാത്രമല്ല, ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആയാലും എല്ലായിടത്തും നമുക്ക് ഉപകാരപ്പെടുന്നതാണ് ഇതെല്ലാം. അതുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ ഫുൾ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ എളുപ്പം എങ്ങനെ ചെയ്യാന്നുള്ളതും എല്ലാം നോക്കിയായിരിക്കും പോകുന്നത്. ഇപ്പോൾ ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് മാത്രമല്ല, വേറെ എന്തെങ്കിലും പഠിക്കുന്ന കുട്ടിക്കായാലും അവർക്കിപ്പം അവിടെ ഇത് ഉള്ളപ്പോൾ അതിലെന്തെങ്കിലും ഡൗട്ട് വന്നാലും ഇവിടെ നോക്കിയാൽ മനസ്സിലാവുന്ന രീതിയിലായിരിക്കും ഇത് ഫുള്ള് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ ഇത് ഇങ്ങനെയാണ്, ഓരോ ക്ലാസ് വൈസ് അല്ലാതെ തന്നെ വേറെ ഏത് ഒരു എക്സാമിന് പഠിക്കുന്നവർക്ക് നോക്കിയാലും മനസ്സിലാവുന്ന രീതിയിലായിരിക്കും വീഡിയോ ഫുള്ള് എടുക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് പെർസെൻറ്റേജ് എന്താണെന്ന് നോക്കാം. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പെർസെൻറ്റേജിനെ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യണമെന്നൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് അതിനെ ഡിനോട്ട് ചെയ്യണം. ഇതിനെ വിളിക്കുന്ന പേരാണ് പെർസെൻറ്റേജ്. ഇപ്പം ഞാനൊരു നമ്പറിൻ്റെ പെർസെൻറ്റേജ് ഇപ്പം 5% എന്ന് പറഞ്ഞാൽ അതിനർത്ഥം 5/100 എന്നാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെയും പറയാം, ഈ പെർസെൻറ്റേജിനെ തന്നെ 100 എന്നും കൂടെ പറയാം. ഈ 100 എന്ന് പറഞ്ഞാൽ 1/100നെയാണ് 100 എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് 1 out of 100 എന്ന് വേണമെങ്കിലും പറയാം. അങ്ങനെ നമുക്കൊരു ക്വാണ്ടിറ്റീസിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഡിനോട്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിന് പറയുന്ന പേരാണ് പെർസെൻറ്റേജ്. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബൈ 100ൽ നമ്മളൊരു കമ്മോഡിറ്റീസിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഉപയോഗിക്കുന്നതാണ് പെർസെൻറ്റേജ്. അതിൻ്റെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതാണ് പെർസെൻറ്റേജിൻ്റെ സിമ്പിൾ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം ഇതിനെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഫ്രാക്ഷൻ വിത്ത് ഡിനോമിനേറ്റർ എന്താണ് 100ലാണ് വരുന്നത്. അപ്പം ഏതെങ്കിലും ഒരു നമ്പർ നമ്മൾ 100 എന്ന് പറഞ്ഞ ഡിനോമിനേറ്ററിലാക്കി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് പെർസെൻറ്റേജ്. അപ്പോൾ ഇതിനെ തന്നെ നമുക്ക് വീണ്ടും 3 രീതിയിൽ ഡിനോട്ട് ചെയ്യാം. നമുക്കിതിനെ ഫ്രാക്ഷനായിട്ട് ഡിനോട്ട് ചെയ്യാം, ഫ്രാക്ഷനായിട്ട് ഡെസിമലായിട്ട് ഡിനോട്ട് ചെയ്യാം, അല്ലെങ്കിൽ പെർസെൻറ്റേജ് തന്നെ ഡിനോട്ട് ചെയ്യാം. അപ്പോൾ എന്താ ഇവിടെ 1% ഇത് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 1% എങ്ങനെ ഡിനോട്ട് ചെയ്യാം, ഇങ്ങനെ 1% എന്ന് നമ്മൾ എഴുതും. ഇതിനെ തന്നെയാണ് നമുക്ക് എന്ത് വാല്യൂ കിട്ടുന്നത്, 1/100 എന്നും കിട്ടുന്നത്. ഈ 1/100 എന്ത് തന്നെ 1% തന്നെ. അപ്പോൾ ഇതിനെ വീണ്ടും നമുക്ക് എന്താക്കാം, ഡെസിമലിലോട്ട് മാറ്റാം. ഡെസിമലിലോട്ട് മാറ്റുമ്പോൾ നമുക്കറിയാം ബൈ ആണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്താൽ 1.0 എന്ന് എഴുതിയിട്ട് ഇവിടെ 2 സീറോയും കൂടെ കൊടുത്തു. എന്താ 100ൽ ഡിവൈഡ് ചെയ്യാനായതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, 2 സീറോയും കൂടെ കൊടുത്തത്. അപ്പോൾ ഈ സീറോ എന്താവും, ആദ്യം എന്താ ഇവിടോട്ട് പോകും. അപ്പോൾ ഇത് പോയി. അടുത്ത് വീണ്ടും എന്താവും, ഈ ഡെസിമൽ ഇങ്ങോട്ട് പോകും. അപ്പോൾ ഇതും പോയി. എന്ത് വരും, ബൈ 1 എന്ന് വരും. അപ്പോൾ അതേ സെയിം തന്നെ ആയിരിക്കില്ലേ. അപ്പോൾ ഈ ഡെസിമൽ ആദ്യം ഇവിടെ പോയി പിന്നെ ഇവിടെ പോയി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 0.01 എന്നായിരിക്കും ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇത് 100ന്റെ ഡിവിഷനാണ്, എല്ലാവർക്കും അറിയായിരിക്കും. 2 സാധനം അങ്ങോട്ട് മാറ്റി കൊടുത്താൽ മതി, നമ്മളെ ചെറുതിലേ പഠിപ്പിക്കുന്നതാണ്. അതൊന്നും കൂടെ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ എന്ത് കിട്ടും, 1%നെ തന്നെ നമുക്ക് എങ്ങനെ എഴുതാം, 1/100 എന്ന് എഴുതാം, 0.1% എന്ന് എഴുതാം. ഇതിനെ തന്നെയാണ് നമ്മളിത് പെർസെൻറ്റേജിൽ ഡിനോട്ട് ചെയ്യണത്, ഫ്രാക്ഷനിൽ ഡിനോട്ട് ചെയ്യണത്, ഡെസിമലിൽ ഡിനോട്ട് ചെയ്യണത്. ഇപ്പോൾ ബേസിക്കലി നമ്മൾ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇതിൽ ഇനി കുറേ കാര്യങ്ങൾ പഠിക്കാനും കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യാനും ഉണ്ട്. നമുക്ക് അത് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ, കൺവേർഷൻ ഓഫ് ഫ്രാക്ഷൻ നമ്പേഴ്സ് ടു പെർസെൻറ്റേജ്. ഒരു നമ്പറിന്റെ ഫ്രാക്ഷനിനെ നമ്മൾ പെർസെൻറ്റേജിലോട്ട് മാറ്റുന്നതാണ് ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, E/Q എന്ന് പറയുന്ന ഫോമിലായിരിക്കും ഫ്രാക്ഷൻ കിടക്കുന്നത്. ഒരു ന്യൂമറേറ്ററും കാണും, ഒരു ഡിനോമിനേറ്ററും കാണും. അപ്പം ഇതിന്റെ നമ്മൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു, ബൈ 100ൽ എഴുതുന്നതാണ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഒരു ഡിനോമിനേറ്റർ ഉണ്ട്. നമുക്കപ്പോൾ പെർസെൻറ്റേജ് ആവണമെങ്കിൽ ഡിനോമിനേറ്റർ എന്തായിരിക്കണം, 100 ആയിരിക്കണം. അപ്പോൾ ഇത് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടെന്ന് നമുക്ക് അപ്പോഴേ മനസ്സിലായി. എന്താണ് കണക്ഷൻ, ഈ Q എന്ന് പറയണത് എന്തായാൽ മതി, 100 ആയാൽ നമുക്ക് അവിടെ എന്ത് കിട്ടും, പെർസെൻറ്റേജ് കിട്ടും. ഈ Q എന്ന് പറയണത് എന്തിൻ്റെയോ എത്രയോ എത്രയോ ആയിരിക്കുമല്ലോ നമുക്ക് Q എന്ന് പറഞ്ഞ് കൊടുത്തേക്കണം. അപ്പം അതിനെ നമുക്ക് എന്താക്കിയാൽ മതി,
100-ലോട്ട് മാറ്റിയാൽ നമുക്ക് അവിടെ അത് ആ ഫ്രാക്ഷൻ എന്തായി മാറും? പെർസെൻറ്റേജിലോട്ട് മാറും. ഇനി ഈ ഫ്രാക്ഷൻ എന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. എന്നാലും ഒന്നും കൂടെ പറഞ്ഞുതരാം. നമ്മൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഇപ്പം എന്താ, ഞാനിവിടെ ഒരു റെക്റ്റാങ്കിൾ വരച്ചു. ഈ റെക്റ്റാങ്കിളിനെ ഞാൻ ഈക്വൽ ആയിട്ടുള്ള കുറേ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യുവാണ്. ഇത് ഈക്വൽ സ്ക്വയർ ആണെന്ന് വിചാരിക്കുക. ഇതിവിടെ ഈക്വൽ ആയിട്ടുള്ള ഒരു 12 സ്ക്വയർ ആയിട്ട് ഞാൻ എന്നെ കട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഇതിൽ ഇനി കുറച്ച് പാർട്ട് മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ. അപ്പം ഞാൻ ഇതൊരു പാർട്ടായി, ഇത് വേറൊരു പാർട്ട്. എനിക്ക് ആവശ്യമുള്ള പാർട്ട് മാത്രം ഞാൻ ഷെയ്ഡ് ചെയ്യുവാണ്. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള പാർട്ട് മാത്രം ഞാൻ ഷെയ്ഡ് ചെയ്തു. ഇനി അതിനെ നമുക്ക് ടോട്ടലുമായിട്ട് കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഫ്രാക്ഷൻ. അതായത് ഫ്രാക്ഷനെ നമുക്ക് ഓരോ കൊമോഡിറ്റീസിനെ കമ്പയർ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം എന്താ, ഇതിൽ നോക്കുമ്പോൾ എത്ര എണ്ണം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്? 4 എണ്ണമാണ് ഞാനിവിടെ ഷെയ്ഡ് ചെയ്തേക്കുന്നത്. ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 12 എണ്ണം ഉണ്ട്. അപ്പോൾ നമ്മൾ ടോട്ടൽ ബൈ ഫേവറബിൾ എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ടോട്ടൽ ഡിവൈഡ് ബൈ ഫേവറബിൾ ഡിവൈഡ് ബൈ ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമുക്ക് ഫ്രാക്ഷൻ. ആ ഫ്രാക്ഷനെ തന്നെയാണ് നമുക്ക് പെർസെൻറ്റേജിലോട്ട് മാറ്റാൻ ഈ ടോട്ടലിൻ്റെ അവിടെ ടോട്ടലിനെ എന്തിലോട്ട് ചേഞ്ച് ചെയ്താൽ മതി? 100-ലോട്ട് ചേഞ്ച് ചെയ്താൽ മതി. അങ്ങനെ ചേഞ്ച് ചെയ്യാന്നാണ് നമ്മളിതിൽ പഠിക്കുന്നത്. ഇപ്പോൾ ഫ്രാക്ഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ? ഫേവറബിൾ ബൈ ടോട്ടൽ. അതിനെ തന്നെ ടോട്ടലിനെ 100-ലോട്ട് ചേഞ്ച് ആക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അവിടെ നമുക്ക് നമ്മളെ പെർസെൻറ്റേജ് എന്താണെന്ന് കിട്ടും. പെർസെൻറ്റേജിലോട്ട് ആ വാല്യൂ മാറും. അപ്പം അതിൻ്റെ കുറച്ച് എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത എക്സാമ്പിളിലോട്ട് പോകാം. എക്സാമ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കാര്യം എന്ന് കറക്റ്റ് മനസ്സിലാവും. 1/3 എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷൻ ആണ്. അപ്പോൾ ഞാൻ എന്താ ഇവിടെ 1/3 എന്ന് പറയുന്ന ഫ്രാക്ഷൻ വരയ്ക്കണമെങ്കിൽ എന്ത് വരയ്ക്കാം? ഒരു ട്രയാങ്കിൾ തന്നെ വരയ്ക്കാം. ട്രയാങ്കിൾ വരയ്ക്കാം. 1/3 കാണിക്കാൻ ട്രയാങ്കിൾ ആണ്. അപ്പം ഞാൻ എന്താ ഇവിടെ ഒരു ട്രയാങ്കിൾ വരച്ചു. ഇത് അതിൻ്റെ സെൻറ്റർ ആണെങ്കിൽ അതിനെ ഞാൻ എന്ത് ഇങ്ങനെ അതിൻ്റെ മിഡ് പോയിന്റ് വെച്ച് ഓരോ സൈഡിൻ്റെയും മിഡ് പോയിന്റ് വെച്ച് എനിക്ക് ഡിവൈഡ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? 1/3 കിട്ടും. ഇത് കറക്റ്റ് ആയില്ല. ഇങ്ങനെ വരും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ കറക്റ്റ് ആവും. അപ്പോൾ ഇതൊരു പാർട്ട്, ഇതിൽ ഒരു പാർട്ട് ഞാൻ ഷെയ്ഡ് ചെയ്തു. അതായത് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഫ്രാക്ഷനെ അവിടെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിനെ 3 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു ട്രയാങ്കിളിനെ. അപ്പോൾ അതിൽ ഒരു പാർട്ടിനെയാണ് നമ്മൾ എങ്ങനെ എഴുതുന്നത്? 1/3 എന്ന് എഴുതണം. അപ്പോൾ ഈ 1/3 നമുക്ക് പെർസെൻറ്റേജ് ആക്കണമെങ്കിൽ 3യുടെ സ്ഥാനത്ത് എന്ത് വരണം? 100 വരണം. അപ്പോൾ 3യുടെ സ്ഥാനത്ത് 100 വരാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിനെ 100-ലോട്ട് മാറ്റാൻ വേണ്ടി ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇതിനെല്ലാം ഒന്ന് മാറ്റി. ഇവിടെ 1/3 ആണ് കിടക്കുന്നത്. അപ്പോൾ ഇതിനെ ഞാൻ രണ്ട് സൈഡിലും 100 മൾട്ടിപ്ലൈ ചെയ്യാണ്. 1/3 × 100 × 100 ചെയ്യുവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ 1/100 ആണ് എന്ത്? പെർസെൻറ്റേജ് എന്ന് പറഞ്ഞത്. അപ്പോൾ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 1/100 ആണ്. അപ്പോൾ ഇതിൽ 1/100 ഇതുണ്ടല്ലോ, ഇതേ ബൈ 100 ഇതിനെ ഞാൻ എന്താക്കും? പെർസെൻറ്റേജിലോട്ട് മാറ്റുവാണ്. അതിനെ ഞാൻ പെർസെൻറ്റേജ് ആക്കി എന്ന് പറഞ്ഞാൽ ഇവിടെ 1/100 വരെ ഞാൻ എന്ത് കൊടുക്കാൻ പോകുന്നു? പെർസെൻറ്റേജ് എന്ന് കൊടുക്കാൻ പോകുന്നു. ഇൻറ്റു 100 ഇൻറ്റു 1/100 എന്ന് എഴുതി കൂടെ. 100/1 ഇൻറ്റു 1/100. അതായത് ഇതിനെ രണ്ടിനെയും സെപ്പറേറ്റ് ആക്കി. ഈ 100/100 എന്ന് എടുത്ത് ഇത് കട്ട് ആയി പോയാൽ 1 കിട്ടും. അപ്പോൾ ഇവിടെ വേറെ മാറ്റമൊന്നും വരത്തില്ല. അപ്പോൾ ഇതിനെ തന്നെ ഞാൻ വീണ്ടും എന്താക്കി? 100/1 ഇൻറ്റു 1/100 എന്നാക്കി. ഇവിടെ 100/100 എന്ന് എടുക്കാൻ കാരണം ഈ 100ഉം ഈ 100ഉം കൂടെ വെട്ടിപ്പോയാൽ 1 കിട്ടും. അപ്പോൾ 1/3 × 1 ചെയ്താൽ 1/3 തന്നെ. അപ്പം നമ്മൾ ഈ ചെയ്തത് കൊണ്ട് അവിടെ ഒരു വ്യത്യാസവും വരത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് 100/100 എന്ന് എടുക്കാൻ പറ്റിയത്. ഇനി അതിനെ ഞാൻ വീണ്ടും എങ്ങനെ മാറ്റി? 100/1 ഇൻറ്റു 1/100 എന്ന് മാറ്റി. ഇനി അടുത്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അടുത്ത് എന്താ ചെയ്യാൻ പോകുക? ഈ 1/100 പകരം എന്താക്കി കൊടുക്കും? പെർസെൻറ്റേജ് അങ്ങ് ഇട്ട് കൊടുക്കും. ഇൻറ്റു പെർസെൻറ്റേജിൻ്റെ സിമ്പൽ അങ്ങ് കൊടുക്കും. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? 1/3 ഇൻറ്റു 100/1 ഇൻറ്റു പെർസെൻറ്റേജ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് വെച്ചാൽ ഇതിങ്ങനെ മാറും. ഈക്വൽ ടു എന്തായി? 1/3 ഇൻറ്റു മുകളിൽ 100 ബൈ പെർസെൻറ്റേജ് എന്ന് മാറി. അപ്പോൾ ഇവിടെ എന്ത്? 1 × 100 എന്ന് തന്നെയാണ്. 1 × 100 എന്ന് പറഞ്ഞാൽ 100 ആണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് 100/3 പെർസെൻറ്റേജ് എന്ന് പറയാം.
100 ഡിവൈഡ് ബൈ 3 ചെയ്താൽ പോരെ? ഇവിടെ കട്ടായി പോവും. എത്ര പ്രാവശ്യം പോവും? 3 പ്രാവശ്യം പോവും. 9. 9ൽ ഒരു പ്രാവശ്യം റിമൈൻഡർ 1 വരും. 10ൽ എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. വീണ്ടും റിമൈൻഡർ 1 വരും. ഡിവിഡൻഡ് എത്രയാണ്? 3. നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? 3 33 1/3% എന്ന് എഴുതാം. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ഫ്രാക്ഷനെ കറക്റ്റായിട്ട് പെർസെൻറ്റേജിലോട്ട് മാറ്റുന്നത്. ഇനി നമുക്ക് ഇത്രയൊന്നും അറിയേണ്ട കാര്യമില്ല. ഞാനിപ്പോൾ ഇതെങ്ങനെ വന്നു, എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറ്റിയതെന്നൊക്കെയാണ് ഞാനിവിടെ പറഞ്ഞത്. ഇനി നമുക്കിതൊന്നും അറിയേണ്ട കാര്യമില്ല. 1/3 നമുക്ക് പെർസെൻറ്റേജിലോട്ട് മാറ്റാൻ പറഞ്ഞാൽ നമ്മൾ ഇൻറ്റു 100 ചെയ്താൽ മതി. ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 100/3 എന്ന് കിട്ടും. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? നേരത്തെ പോലെ കട്ട് ചെയ്ത് 33 1/3% എന്ന് എഴുതാം. ഓർ എങ്ങനെ എഴുതാം? 33.33% എന്നും പറയാം. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അപ്പം ജസ്റ്റ് ഒരു 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ, ഒരു ഫ്രാക്ഷനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പെർസെൻറ്റേജിൽ അതിൻ്റെ ഉത്തരം കിട്ടും. അത് എന്തുകൊണ്ടാണ്, അതെങ്ങനെയാണ് വന്നതെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് പെർസെൻറ്റേജ് ആക്കാൻ 4/5 ഇൻറ്റു 100 ചെയ്താൽ മതി. 4/5 ഇൻറ്റു 100 ഇത് തമ്മിൽ കട്ടായി പോവും. 20 പ്രാവശ്യം 20 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 80% എന്ന് കിട്ടും. ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാൻ? ഒരു ഫ്രാക്ഷനെ നമുക്ക് എങ്ങനെയെങ്കിലും ഡെസിമലിലോട്ട് മാറ്റണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി. ഇനി ഈ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും എത്രയിലായിരിക്കും? ഇപ്പം നമുക്ക് ഇത് അടുത്ത് പറയാനായിട്ട് ഇപ്പം എന്താ ഇവിടെ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ, ഈ ഫ്രാക്ഷൻ നമുക്ക് എങ്ങനെ, അപ്പോൾ നമുക്കാണെങ്കിൽ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ 5 പാർട്ട്. അപ്പോൾ ഇവിടെ 5 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്താക്കി? ഇവിടെ ഒരു സർക്കിൾ വരയ്ക്കാം. സർക്കിൾ ഞാനിവിടെ സർക്കിളാക്കി. അപ്പോൾ ഈ സർക്കിളിനെ എനിക്ക് 5 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെ കട്ട് ചെയ്താൽ മതി. കറക്റ്റ് 5 പാർട്ട്, ഇങ്ങനെ 4 പാർട്ടേ ആവുള്ളൂ. ഇങ്ങനെ കട്ട് ചെയ്യാം. 5 പാർട്ടായിട്ട് കട്ട് ചെയ്തു. അപ്പോൾ ഇതിൽ ഒരു പാർട്ടാണ് എന്ത്? ഇതിലൊരു പാർട്ടാണ് ഈ ഷെയ്ഡ് ചെയ്ത പാർട്ടാണ് ഒരു പാർട്ട്. അപ്പം ബാക്കി എത്ര പാർട്ട്? 4 പാർട്ടുണ്ട്. അപ്പോൾ ഈ ഷെയ്ഡ് ചെയ്യാത്ത പോർഷന് എത്രയെന്ന് വരും? 4/5 എന്ന് വരും. അപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് ആണ് എനിക്ക് നേരത്തെ എന്ത് കിട്ടിയത്? 80% എന്ന് കിട്ടിയത്. ഇപ്പം ഞാൻ ഇതിൻ്റെ ടോട്ടൽ എടുക്കുകയാണെങ്കിൽ എന്ത് വരും? 5/5 എന്ന് വരും. ഇൻറ്റു 100 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ എന്ത് തന്നെ കിട്ടുള്ളൂ? ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കണമെങ്കിൽ ഇവിടെ ആൻസർ എന്ത് കിട്ടുള്ളൂ? 100% എന്ന് കിട്ടുള്ളൂ. ഒരു ഫ്രാക്ഷൻ്റെ ഫുൾ എടുക്കുകയാണെങ്കിൽ, അത് 5/5 നമ്മളിവിടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തെന്ന് കിട്ടുള്ളൂ? 100% എന്ന് കിട്ടുള്ളൂ. അപ്പോൾ ഒരു ഫ്രാക്ഷൻ്റെ ഫുള്ള് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അതായത് 5/5 നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടുള്ളൂ? 100% എന്ന് കിട്ടുള്ളൂ. അപ്പോൾ ഈ 100% തന്നെ നമുക്ക് എങ്ങനെയാക്കാം? 100% മാറ്റാൻ ബൈ 100. അപ്പോൾ 100/100 എന്ത് കിട്ടും? 1 എന്ന് തന്നെ കിട്ടും. ഒരു ഫുൾ ഫ്രാക്ഷൻ്റെ പെർസെൻറ്റേജ് എന്ത് തന്നെയായിരിക്കും? 1 തന്നെയായിരിക്കും. അത് 100% എന്ന് പറഞ്ഞാൽ നമുക്കതിനെ ഫ്രാക്ഷനിലോട്ട് ആക്കുമ്പോൾ എന്ത് കിട്ടും? 1 കിട്ടും. അപ്പോൾ ഈ 5/5 എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ എന്ത് കിട്ടും? 1 കിട്ടും. ഇപ്പം ഞാൻ ഇതിൽ ഷെയ്ഡ് ചെയ്തതും ചെയ്യാത്തതും കൺസിഡർ ചെയ്യുകയാണെന്ന് വെച്ചോ. ഷെയ്ഡ് ചെയ്തത് 1/5 ആണ്. ഷെയ്ഡ് ചെയ്തതിൻ്റെത് 1/5 ആണ്. ഷെയ്ഡ് ചെയ്യാത്തത് 4/5 ആണ്. ഇതിന് രണ്ടിനെയും പെർസെൻറ്റേജിലോട്ട് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യും? ഇൻറ്റു 100 ചെയ്യും. അപ്പോൾ 1/5 ഇൻറ്റു 100 എത്ര കിട്ടും? കട്ടാകുമ്പോൾ 20% എന്നും കിട്ടും. 4/5 എന്ത് കിട്ടും? 80% എന്ന് കിട്ടും. അപ്പോൾ ഈ 1/5ഉം 4/5ഉം കൂടെ കൂട്ടിയാൽ നമുക്ക് ടോട്ടൽ സർക്കിളില്ലേ കിട്ടുന്നത്. അപ്പോൾ അതെന്തായി പോവും? 1/4 + 4/4 എന്തായി പോവും? ടോട്ടൽ സർക്കിളായി പോവും. ഈ ടോട്ടൽ സർക്കിൾ എന്ന് പറയുമ്പോൾ ടോട്ടൽ സർക്കിൾ ഷെയ്ഡ് ചെയ്തപ്പോഴോ അല്ലെങ്കിൽ ടോട്ടൽ സർക്കിൾ ഷെയ്ഡ് ചെയ്യാത്തപ്പോഴോ ഉള്ള പെർസെൻറ്റേജ് ആയിരിക്കും ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതെപ്പോഴും എന്താ കിട്ടത്തുള്ളൂ? 100% എന്ന് കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരു സെയിം സാധനത്തിൻ്റെ എല്ലാ ഔട്ട്കമ്മും കൂടെ എടുത്ത് നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? 100% എന്ന് കിട്ടത്തുള്ളൂ. ഇതാണ് നമുക്കിതിൽ അറിയാനുള്ളത്. ഇനി ഇതേപോലെ വേറൊന്നും കൂടെ ഉള്ളതെന്ന് പറഞ്ഞാൽ, നമുക്കിപ്പം ഇവിടെ വന്നതെല്ലാം പ്രോപ്പർ ഫ്രാക്ഷനാണ്. ഇനി ഇവിടെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ വരാം. അതായത് ഇവിടെ 4/5 വരാം. 5/4 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംപ്രോപ്പർ ഫ്രാക്ഷനാണ്. ഡിനോമിനേറ്റർ ചെറുത്, ന്യൂമറേറ്റർ വലുതുമാണ്. അപ്പം ഇതിൻ്റെ പെർസെൻറ്റേജ് എപ്പോഴും എന്തേ വരുള്ളൂ? 100-നേക്കാളും മുകളിലേ വരുള്ളൂ.
പ്രോപ്പർ ഫ്രാക്ഷൻ്റെ ഫ്രാക്ഷൻ, അതായത് ഇപ്പം 4/5 എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. ഡിനോമിനേറ്റർ വലുത്, ന്യൂമറേറ്റർ ചെറുതുമാണ്. ഇതിന്റെ പെർസെൻറ്റേജ് എടുത്താൽ എപ്പോഴും എന്തേ വരുള്ളൂ, 100-നേക്കാളും ചെറുതുമായിരിക്കും. അതേപോലെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ്റെ പെർസെൻറ്റേജ് എടുത്താൽ നമുക്ക് എപ്പം വരും, 100-നേക്കാളും കൂടുതലേ വരുള്ളൂ. നമ്മൾ വേണമെങ്കിൽ ചെയ്ത് കാണിച്ചു തരാം. ഇത്രയേ ഉള്ളൂ. പിന്നെ പെർസെൻറ്റേജ് ആക്കാൻ വേണ്ടി ഇൻറ്റു 100 ചെയ്താൽ മതി. കട്ടായി പോകുമ്പോൾ എത്ര വരും, 25 എന്ന് വരും. ഇവിടെ 5 × 25 125% എന്ന് വരും. അപ്പോൾ കണ്ടോ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ്റെ പെർസെൻറ്റേജ് എപ്പോഴും 100-ന് മേലെ ആയിരിക്കും. ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ്റെ പെർസെൻറ്റേജ് എപ്പോഴും 100-നേക്കാളും താഴെ ആയിരിക്കും. ഇത്രയാണ് നമുക്ക് പെർസെൻറ്റേജിൽ അറിയാനുള്ളത്. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ഇതിൽ നോക്കാം. ഇതെന്ന് പറഞ്ഞാൽ വേർഡ് പ്രോബ്ലം പോലത്തെ ഒരു ക്വസ്റ്റ്യനാണ്. എത്ര പേര് ഇതിൽ നമുക്ക് എന്തൊക്കെ വേണം, നമുക്കൊരു ഫ്രാക്ഷനെ പെർസെൻറ്റേജ് ആക്കണമെങ്കിൽ ഫ്രാക്ഷൻ കറക്റ്റ് അറിയണം. ഫ്രാക്ഷൻ അറിയാൻ വേണ്ടി, ഒരു ഫ്രാക്ഷൻ ആക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം, ഫേവറബിളും വേണം, ടോട്ടലും വേണം. ഒരു ക്വസ്റ്റ്യൻ ഇത് എത്രയും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്താക്കാൻ പറ്റുള്ളൂ, പെർസെൻറ്റേജിലോട്ട് ഒരു ഫ്രാക്ഷൻ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഫ്രാക്ഷനെ പിന്നെ എന്താക്കാൻ പറ്റുള്ളൂ, പെർസെൻറ്റേജിലോട്ട് മാറ്റാൻ പറ്റുള്ളൂ. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് നോക്കുമ്പോൾ ഔട്ട് ഓഫ് 25 ചിൽഡ്രൻ ഇൻ എ ക്ലാസ് 15 ആർ ഗേൾസ്. അപ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്, പെർസെൻറ്റേജ് ഓഫ് ഗേൾസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പെർസെൻറ്റേജ് ഓഫ് ഗേൾസ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം അവരെ ഫ്രാക്ഷൻ വേണം. ഫ്രാക്ഷൻ എന്താണ്, ഗേൾ ബൈ ടോട്ടൽ ആയിരിക്കും നമുക്ക് അവിടുത്തെ ഫ്രാക്ഷൻ, ഗേൾ ബൈ ടോട്ടൽ. അപ്പോൾ എത്ര, നമ്പർ ഓഫ് ഗേൾസ് ബൈ ടോട്ടൽ. അപ്പോൾ നമ്പർ ഓഫ് ഗേൾസ് എത്ര ഉണ്ടെന്ന് ക്വസ്റ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, എത്ര, 15 ഉണ്ട്. ടോട്ടൽ എത്ര പേരുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്, 25 ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ പെർസെൻറ്റേജ് എങ്ങനെ കിട്ടും, ഫ്രാക്ഷൻ കിട്ടി 15/25. ഇതിനെ നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാം, 2-നെ 5 കൊണ്ട് കട്ട് ചെയ്യാം. ഇവിടെ 3 കിട്ടും, ഇവിടെ 5 കിട്ടും. അപ്പോൾ ഇവിടുത്തെ ഫ്രാക്ഷൻ എന്തെന്ന് കിട്ടി, 3/5 എന്ന് കിട്ടി. നമുക്കിവിടെ ഫ്രാക്ഷൻ അല്ല വേണ്ട, നമുക്ക് എന്താ വേണ്ടത്, പെർസെൻറ്റേജ് ആണ് വേണ്ട. അപ്പോൾ ഇൻറ്റു 100 കൊടുത്താൽ പോരെ, ഇൻറ്റു 100 കൊടുത്തു. ഇൻറ്റു 100 കൊടുത്തപ്പോൾ എന്ത് കിട്ടി, ഇതും എത്ര ടൈപ്പ് 20 എന്ന് കിട്ടി. 3/5ന്റെ ഫ്രാക്ഷൻ നമുക്ക് 60% എന്ന് കിട്ടി. അപ്പോൾ ഈ 60% ആണ് എന്ത്, ഗേൾസിന്റെ ഫ്രാക്ഷൻ. ഇനി ഇതിൽ ഇത്രയാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ബോയ്സിന്റെയും കൂടെ കണ്ടുപിടിക്കാൻ പറ്റൂലേ. ബോയ്സിന്റെ ഇപ്പൊ ഈ ക്വസ്റ്റ്യനിൽ തന്നെ ആൻഡ് ഫൈൻഡ് പെർസെൻറ്റേജ് ഓഫ് ബോയ്സ് എന്ന് ചോദിച്ചാൽ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്ന്, ഈ 15 ഗേൾ ആണെങ്കിൽ ബാക്കി എല്ലാവരും ബോയ്സ് ആയിരിക്കൂലേ. ഇപ്പൊ 25-ന്ന് 15 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും, 10 കിട്ടും. അപ്പൊ 10 ആണ് ബോയ്സിന്റെ എണ്ണം ബൈ ടോട്ടൽ എത്ര പേരുണ്ട്, 25 ഉണ്ട്. ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് പെർസെൻറ്റേജ് കിട്ടും. എത്ര കിട്ടും, ഇവിടെ 4 വരും, 40% എന്ന് കിട്ടും. അപ്പം ബോയ്സ് എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന് കിട്ടും, ബോയ്സിന്റെ പെർസെൻറ്റേജ് 40% എന്ന് കിട്ടും. ഗേൾസിന്റെ പെർസെൻറ്റേജ് 60% എന്നും കിട്ടും. ഇത്രയും നമുക്ക് കിട്ടി. ഇനി ഗേൾസിന്റെ നമുക്ക് ഈ ഒരു രീതിയിലേ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ബോയ്സിന്റെ കണ്ടുപിടിക്കാൻ ഇത്രയും നമ്മൾ ചെയ്യണമെന്നൊന്നുമില്ല. അപ്പൊ നമുക്ക് ഗേൾസും ബോയ്സും കൂടെ കൂട്ടിയാൽ എത്ര പേരുണ്ട്, ടോട്ടൽ 25 പേരുണ്ട്. അപ്പൊ അവരെ പെർസെൻറ്റേജ് ആണ് എടുക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് ഇവിടെ ആപ്ലിക്കബിൾ ആണ്. ഇപ്പം ബോയ്സിന്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ ഗേൾസ് അല്ലെങ്കിൽ ബോയ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മാത്രമേ നമുക്ക് ഇവിടെ ഉള്ളൂ ഈ ചിൽഡ്രൻസിൽ. അപ്പം 60% പേര് ഗേൾ ആണെങ്കിൽ ബാക്കി ടോട്ടൽ എപ്പോഴും എന്തേ ആവത്തുള്ളൂ, 100% ആവത്തുള്ളൂ. 100% 25 സ്റ്റുഡൻസ് ആണ്. അതിൽ 15 പേര് വന്നപ്പോൾ 60% ആയെങ്കിൽ ബാക്കി ബോയ്സ് കണ്ടുപിടിക്കാൻ 100-ന്ന് 60% കുറച്ചാൽ മതി, നമുക്ക് എന്ത് കിട്ടും, 40% കിട്ടും. അതാണ് ബോയ്സിന്റെ പെർസെൻറ്റേജ്. നമ്മൾ അല്ലാതെ ചെയ്താലും എന്ത് തന്നെ കിട്ടത്തുള്ളൂ, ഈ 40% തന്നെ കിട്ടത്തുള്ളൂ. അപ്പം ഇങ്ങനെയും നമുക്ക് ഇതിനെ കണ്ടുപിടിക്കാം. ഇപ്പം ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ഇത് മാത്രം, ഗേൾസിന്റെ പെർസെൻറ്റേജ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, അത് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഇനി ബോയ്സിന്റെയും കൂടെ ചോദിച്ചാൽ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്ന്, ഗേൾസിന്റെ നമ്പർ ഓഫ് ഗേൾസ് വന്നിട്ടുണ്ട്, അതിൽ നിന്ന് ടോട്ടൽ നമ്പറിൽ നിന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് ബോയ്സിന്റെ എണ്ണം കിട്ടും. അതിനെ ബൈ ഫ്രാക്ഷൻ ബൈ 25 കൊടുക്കുമ്പോൾ അത് ഫ്രാക്ഷൻ ആവും. ഇൻറ്റു 100 കൂടെ ചെയ്യുമ്പോൾ അത് പെർസെൻറ്റേജ് ആവും. അങ്ങനെ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഗേൾസിന്റെ പെർസെൻറ്റേജ് കിട്ടി, അതിനെ 100%-ൽ നിന്ന് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും, ബോയ്സിന്റെ പെർസെൻറ്റേജും കിട്ടും. ഇങ്ങനെ 2 രീതിയിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അപ്പം ഇതോടുകൂടി ഈ ഫ്രാക്ഷൻ, അതായത് ഫ്രാക്ഷൻ നമ്പേഴ്സിനെ എങ്ങനെ പെർസെൻറ്റേജിലോട്ടാക്കാമെന്ന് നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്ത് ചെയ്താൽ മതി, ഫ്രാക്ഷൻ ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് അത് എന്തായിപ്പോൾ, ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് അതിന് എന്തായിട്ട് കിട്ടും, അതിന് നമുക്ക് പെർസെൻറ്റേജിൽ കിട്ടും. ഇത്രയാണ് ഫ്രാക്ഷനെ പെർസെൻറ്റേജിലോട്ടാക്കുമ്പോൾ അറിയാനുള്ളത്. അപ്പോൾ നമുക്കാണെങ്കിൽ അടുത്ത് എന്ത് ചെയ്യണം, ഡെസിമൽസിനെ പെർസെൻറ്റേജിലോട്ട് മാറ്റണം. അതിൽ ആദ്യം നമ്മളിപ്പോൾ ഫ്രാക്ഷനിൽ ചെയ്ത പോലെ തന്നെ നമുക്ക് ആദ്യം ഒരു ഫ്രാക്ഷൻ കാണും. ഈ ഫ്രാക്ഷനെ നമുക്ക് എന്ത് ചെയ്യാം, ഡെസിമലിലോട്ട് മാറ്റാൻ പറ്റും.
എന്ത് ചെയ്താൽ മതി, ഇപ്പൊ നമ്മൾ 4/5 എന്ന് പറയുന്നതാണ് ഫ്രാക്ഷൻ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 4/5 ചെയ്താൽ നമുക്ക് അതിനെ എന്തിലോട്ട് മാറ്റാൻ പറ്റും, ഡെസിമലിലോട്ട് മാറ്റാൻ പറ്റും. എങ്ങനെ മാറ്റാം, ഇവിടെ ഫോറിൽ എന്ത് ചെയ്യത്തില്ല, 5 പോകത്തില്ല. അപ്പൊ എന്ത് ചെയ്യും, ഇവിടെ ഒരു ഡെസിമൽ കൊടുത്ത് ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കും. 40 ആവും. 40ൽ എത്ര പ്രാവശ്യം പോവും, 8 പ്രാവശ്യം പോവും. അപ്പൊ നമുക്ക് എത്ര കിട്ടും, 0 എന്ന് കിട്ടും. അപ്പൊ നമ്മൾ ഇവിടുത്തെ ഇതിന്റെ ഡെസിമൽ എന്താ, 0.8 എന്ന് കിട്ടും. ഇതേപോലെ ഫ്രാക്ഷൻ നമുക്ക് ഡെസിമൽ ആക്കാൻ പറ്റും. ഈ ഫ്രാക്ഷനെയാണ് നമ്മൾ ഡെസിമൽ ആക്കുന്നത്. ഇനി ഈ ഡെസിമൽ ആണ് തരണമെങ്കിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യണം, അതിനെ പെർസെൻറ്റേജിലോട്ട് മാറ്റണം. അതിനെന്ത് ചെയ്യാനാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പം ഒരു ഡെസിമൽ എന്നാൽ അതിനെ പെർസെൻറ്റേജിലോട്ട് മാറ്റാൻ എന്ത് ചെയ്യാമെന്ന് നമ്മൾ നോക്കാൻ പോവാണ്. അതിനുവേണ്ടി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഒരു 3 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഈ 3 ക്വസ്റ്റ്യനിൽ എന്താണ് തന്നിരിക്കുന്നത്, ഒന്നിൽ 0.75. അപ്പൊ ഇതിനെ നമുക്ക് പെർസെൻറ്റേജിലോട്ട് മാറ്റണം. അപ്പൊ നമ്മൾ ഇതിൽ അറിയാനുള്ളത് ഇതിന്റെ ഫ്രാക്ഷൻ എങ്ങനെ വന്നെന്നുള്ളത്. ഏതോ ഒരു നമ്പർ ബൈ വേറൊരു നമ്പർ. ഞാൻ ഇപ്പൊ നേരത്തെ 4/5 പറഞ്ഞതുപോലെ തന്നെയാണ്. 4/5 നമ്മൾ എങ്ങനെയാ പെർസെൻറ്റേജിലോട്ട് മാറ്റിയത്, 4/5 നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോഴാണ്, അതിനെ രണ്ടും കൂടെ ഡിവൈഡ് ചെയ്തപ്പോഴാണ് നമുക്ക് അത് എന്തായി മാറിയത്, അത് ഡെസിമലായിട്ട് മാറിയത്. അതേപോലെ കിടക്കുന്നതായിരിക്കും ഇവിടെയും. അപ്പം ഏതോ ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്തപ്പോഴായിരിക്കും നമുക്ക് 0.75 എന്ന് കിട്ടിയത്. നമുക്ക് അതൊക്കെ അറിയേണ്ട കാര്യമുണ്ടോ. അപ്പം നമുക്ക് ഫ്രാക്ഷൻ കിട്ടണതും ഡെസിമൽ കിട്ടണതും സെയിം ആണെന്ന് അതിന് മനസ്സിലായില്ലേ. ഏതോ ഒരു 4/5 നമുക്ക് ഡിവൈഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി, 0.8 എന്ന് കിട്ടി. അതേപോലെ ഏതോ രണ്ട് നമ്പറിനെ വേറൊരു നമ്പറും ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 0.75 കിട്ടും. അപ്പൊ ഇതും ഫ്രാക്ഷനും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടോ, ഡിവൈഡ് ചെയ്തു എന്നുള്ളൊരു വ്യത്യാസമല്ലേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഫ്രാക്ഷൻ ചെയ്യണം തന്നെ ഇവിടെയും ചെയ്താൽ പോലെ. ഫ്രാക്ഷനിൽ എന്താ ചെയ്തത്, ഇൻറ്റു 100 അല്ലേ ചെയ്തത്. അപ്പൊ ഡെസിമലിലും എന്ത് ചെയ്താൽ മതി, ഇൻറ്റു 100 ചെയ്താൽ മതി. അപ്പൊ എന്ത് കിട്ടും, 75% എന്ന് കിട്ടും. ഇത്ര ഇതിൽ ചെയ്യാനുള്ളൂ, അറിയാനുള്ളൂ. പിന്നെ ഇത് എങ്ങനെ വന്നെന്ന് ചോദിച്ചാൽ നേരത്തെ പോലെ തന്നെയാണ് വന്നത്. എന്ന് പറഞ്ഞാൽ 0.75 ഇതിനെന്ത് ചെയ്തു, 100 × 100 വന്ന് മൾട്ടിപ്ലൈ ചെയ്തു. 100 × 100 മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് അതിനെന്ത് ചെയ്തു, 0.75 × 100/1 × 1/100 ആക്കി. ഈ 1/100 വരെ എന്താക്കി, പെർസെൻറ്റേജ് ആക്കി. അപ്പൊ എന്ത് വരും, 0.75 × 100% എന്ന് വരും. അതിനെങ്ങനെ എഴുതാം, 75% എന്ന് എഴുതാം. ഇങ്ങനെയാണ് വന്നത്. നമുക്ക് എന്ത് മാത്രം കിട്ടിയാൽ മതി, ഈ ഡെസിമലിനെ പെർസെൻറ്റേജ് ആക്കിയാൽ മതി. അപ്പൊ എന്ത് ചെയ്താൽ മതി, ഇൻറ്റു 100% കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. നമ്മൾ ഫ്രാക്ഷനിൽ എന്താണ് ചെയ്തത് അത് തന്നെ ഇവിടെയും ചെയ്യാൻ പോണേ. എന്ത് ചെയ്യും, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഈ ഡെസിമൽ എന്താവും, ഫ്രാക്ഷനായിട്ട് മാറും. ഫ്രാക്ഷൻ അല്ല, പെർസെൻറ്റേജ് ആയിട്ട് മാറും. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ എന്താണ്, 0.75. അതിനെ പെർസെൻറ്റേജ് ആക്കാൻ എന്ത് ചെയ്താൽ 0.75 × 100 ചെയ്താൽ മതി. അപ്പോൾ അതെന്താവും, 75% ആവും. അതേപോലെ ബി എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ 0.09. അതിന്റെ പെർസെൻറ്റേജ് ആക്കാൻ എന്ത് ചെയ്താൽ മതി, 0.09 × 100. ഈ 100 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് ചെയ്യണമെന്ന് അറിയാവോ, വെറുതെ ഒന്നുമില്ല. ഈ പോയിന്റ് എന്താ, ഇവിടെ 2 0 ഉണ്ട്, ഇൻറ്റു 100 ആണ്. 100 ആകുമ്പോൾ ഈ ഡെസിമൽ എന്ത് ചെയ്യും, ഇങ്ങോട്ട് പോകും. ഇതൊരു സ്ഥാനം, 2 സ്ഥാനം. ഇവിടെ എത്ര 0 ഉണ്ടോ അത്രയും സ്ഥാനം ഇങ്ങോട്ട് പോകും. അപ്പോൾ ഇവിടെ എന്തായി, ആൻസർ എന്താ, 9% എന്നാകും. ഇവിടെ എന്താ ചെയ്തത്, ഇവിടെ ഇൻറ്റു 100 വന്നപ്പോൾ ഇതിനെ ആദ്യം ഇങ്ങോട്ട് കൊണ്ടുപോയി. ആദ്യം ഈ 7ന്റെ അപ്പുറത്ത് കൊണ്ടുപോയി, പിന്നെ 7ന് അപ്പുറത്ത് കൊണ്ടുപോയി, 5ന്റെ അപ്പുറത്ത്. അപ്പോൾ 75% ആയി. ഇനി നമ്മൾ നേരത്തെ ഇത് ഡിവൈഡിന്റെ കേസിൽ പറഞ്ഞു, 9/100 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ 2 0 ഇട്ട് കൊടുക്കും, ഇവിടെ 2 0 ഇട്ട് കൊടുക്കും, ഇവിടെ ഒരു ഡെസിമൽ ഇട്ട് കൊടുക്കും. അപ്പോൾ 009 എന്ന് പറഞ്ഞാൽ 9 എന്ന് പറഞ്ഞാൽ സെയിം തന്നെ. അപ്പൊ ഡിവൈഡ് ബൈ 100 ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഡെസിമലിനെ ഇങ്ങോട്ട് കൊണ്ടുപോകും. ഇവിടെ ഒരു സ്ഥാനമായി, ഇവിടെ ഒരു സ്ഥാനമായി. ഇപ്പൊ എന്ത്, 0.09 ആയിട്ട് മാറും. ഇനി അതേ കേസ് തന്നെ നമ്മൾ ഇതിന് എന്താണ്, മൾട്ടിപ്ലൈ ആണ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ആണെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ 9 ഇൻറ്റു 100 ആണ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഇതേപോലെ 0 അല്ല 009.00 × 100 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇങ്ങോട്ട് 2 0 കൊടുത്ത്, ഇങ്ങോട്ട് 2 0 കൊടുത്ത്. ഇത് ഡെസിമലിന് അപ്പുറത്തും ഇത് 9ന്റെ ഇപ്പുറത്തുമാണ്. ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇൻറ്റു 100 ചെയ്യാൻ വേണ്ടി ആദ്യം എന്ത് ചെയ്യും, ഡെസിമലിനെ ഒരു പ്രാവശ്യം ഇങ്ങോട്ട് കൊണ്ടുപോകും, പിന്നെ അടുത്ത് ഇങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ എന്ത് കിട്ടും, 900.00 എന്ന് കിട്ടും. ഈ 0.00 നമുക്ക് ഇടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, 900 എന്ന് എഴുതാം. അത് തന്നെയാണ് ഇവിടെയും ചെയ്തത്. ഈ ഡെസിമലിനെ ആദ്യം ഇങ്ങോട്ട് കൊണ്ടുവന്നു, പിന്നെ ഇവിടെ കൊണ്ടുവന്നു. ഡിവൈഡ് ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ, ഇവിടെ നിന്ന് ഒരു സ്ഥാനം ഇങ്ങോട്ട് പോയേനെ, വീണ്ടും ഇങ്ങോട്ട് പോയേനെ.
ഇതാണ് 100ന്റെ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ. ഇത് 100 അല്ല, ഇതിന്റെ എത്ര പൂജ്യം വന്നോ അത്രയും സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്താൽ മതി. ഡിവൈഡ് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിലോട്ട് പോവും, മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഡെസിമൽ റൈറ്റ് സൈഡിലോട്ടായിരിക്കും പോകണം. ഇതാണ്. അപ്പം ഇവിടെ 9% എന്ന് കിട്ടി. ഇനി അടുത്ത് മൂന്നാമത്തെ ചെയ്യാം. മൂന്നാമത്തെ ചെയ്യുമ്പോൾ 0.2, അതിനങ്ങനെ 0.2 ഇൻറ്റു 100 എന്ന് എടുക്കാം. എന്ത് കിട്ടും? ഒരു സ്ഥാനം ഇങ്ങോട്ട് പിന്നെ ഇങ്ങോട്ട് പോകും. അപ്പോൾ എന്ത് കിട്ടും? 20%. ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അടുത്ത് 0 ഇട്ട് കൊടുത്തത്. ഇവിടെ വേറെ ഡെസിമൽ ഉണ്ടായിരുന്നെങ്കിൽ അതേ കൊടുക്കുള്ളായിരുന്നു. 1 കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ എന്ത് വന്നേനെ? 1 ആയിരുന്നേനെ, 21 ആയേനെ. ഇത്രയാണ് ഡെസിമലിന്റെ എന്ത്? ഡെസിമലിന്റെ ഡിവിഷൻ, ഡെസിമലിനെ പെർസെൻറ്റേജിലോട്ട് മാറ്റുന്നത്. അപ്പോൾ ഡെസിമലിനെ പെർസെൻറ്റേജിലോട്ട് മാറ്റാൻ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണതേ ഉള്ളൂ? ഡെസിമൽ ഇൻറ്റു 100 ചെയ്യുമ്പോൾ 100% ചെയ്യുമ്പോൾ നമുക്ക് എന്താവും? ഡെസിമൽ എന്തായിട്ട് മാറും? പെർസെൻറ്റേജിലോട്ട് മാറും. 100% എന്ന് വേണ്ട, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതെന്താവും? ഡെസിമൽ പെർസെൻറ്റേജിലോട്ട് മാറും. ഇനി അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതാണ്. ഇതിലെന്താണ്? ഫ്രാക്ഷനിലോട്ടും ഈ പോയിന്റ്, ഈ ഓരോ വാല്യൂസിനെ നമുക്ക് എന്ത് ചെയ്യണം? പെർസെൻറ്റേജിലോട്ട് മാറ്റണം. ഓരോ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്, അതിന് എന്തിലോട്ട് മാറ്റണം? ഫ്രാക്ഷനിലോട്ട് മാറ്റണം, ഡെസിമലിലോട്ട് മാറ്റണം. ഈ 100%-ലെ നമുക്ക് ഈ പെർസെൻറ്റേജ് മാറ്റുമ്പോൾ എങ്ങനെ വരും? 1/100 എന്നാക്കാം. പെർസെൻറ്റേജ് മാറിയപ്പോൾ എന്തായി? 1/100 ആയി. ഈ പെർസെൻറ്റേജ് ആണ് എന്ത്? /100 ആണ് പെർസെൻറ്റേജ്. അപ്പോൾ ഇവിടെ 1 കൂടെ ഉള്ളതുകൊണ്ട് 1/100 ആയി. അപ്പോൾ ഈ 1/100 ആണ് അവിടുത്തെ എന്ത്? ഫ്രാക്ഷൻ. അതിന് ഇനി ചെറുതാക്കാനൊന്നുമില്ല. അപ്പോൾ എന്ത് തന്നെ എഴുതാം? 1/100 എന്ന് തന്നെ എഴുതാം, ഫ്രാക്ഷൻ. ഇനി ഇത് ഡെസിമൽ ആകുമ്പോൾ എന്ത് ചെയ്യും? ഡെസിമൽ ആകുമ്പോൾ 0 അങ്ങോട്ട് പോകും, ലെഫ്റ്റിലോട്ട് പോകും. ഡെസിമൽ ലെഫ്റ്റിലോട്ട് പോകും. ഇവിടെ എത്ര പ്രാവശ്യം ലെഫ്റ്റിലോട്ട് പോകും? 2 പ്രാവശ്യം പോകും. അപ്പോൾ 0.01 ആവും ഡെസിമലിൽ. എന്താ? 0.01. ഇനി 10നെ ഇതേപോലെ 10/100 എന്ന് എഴുതാം. പെർസെൻറ്റേജ് മാറ്റുമ്പോൾ 100 വരും. 10/100നെ നമുക്ക് ഒരു പൂജ്യം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/10 എന്ന് കിട്ടും. ഈ 1/10നെ നമുക്ക് എന്ത് ചെയ്യാം? ഡെസിമലോട്ട് മാറ്റി എന്ത് ചെയ്താൽ മതി? 0.1 ആവും. ഒരു സാധനം അങ്ങോട്ട് പോകും, 0.1 ആവും. ഇനി അടുത്ത് 25. അപ്പോൾ 25ന് എന്താകും? 25/100 എന്ന് എഴുതാം. ഇത് രണ്ടും എന്ത് പോകും? 25ൽ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതാണ്. എത്ര പ്രാവശ്യം പോകും? 1/4 എന്ന് പോകും. ഈ 1/4നെ നമുക്ക് ഡെസിമൽ ആക്കാൻ 1/4നെ എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. 1/4നെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 0.25 എന്നാണ് തോന്നുന്നത്. 0.25 എന്നാണ് കിട്ടുന്നത്. അല്ലെങ്കിൽ ഇത് ഇതിനെ ഡയറക്റ്റ് ഇനി നമുക്ക് 1/4നെ ഡിവൈഡ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാം. നമുക്ക് ഡയറക്റ്റ് ഇതിനെ തന്നെ ഡിവൈഡ് ചെയ്താൽ മതി, അതല്ലേ എളുപ്പം. 25/100 ചെയ്താൽ മതി. അതിനെ ഡിവൈഡ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? 2 സാധനം ഇങ്ങോട്ട് മാറ്റി കൊടുത്താൽ പോരെ. ഇപ്പം എന്തെന്ന് കിട്ടും? 0.25 എന്ന് കിട്ടും. ഇതാണ് എളുപ്പം. അതിനെ മാറ്റുന്നതാണ് എളുപ്പം. 1/4നെ ഡെസിമൽ ആക്കുന്നതിനേക്കാളും നല്ലത് 25/100നെ ഡെസിമൽ ആക്കുന്നതാണ്. 0.25 എന്ന് കിട്ടും. ഇവിടെ എന്ത് കിട്ടും? 50/100 എന്ന് കിട്ടും. അതിന് നമുക്ക് 1/2 എന്നാക്കാം. ഈ 50/100നെ ഡെസിമൽ ആക്കുമ്പോൾ എന്ത് കിട്ടും? ഇങ്ങോട്ട് പോകും, 0.5 എന്നായിരിക്കും അതിൻ്റെ ഡെസിമൽ. അതേപോലെ 90% ആക്കാം. 90/100 എന്ന് വരും. 9/10 എന്ന് എഴുതാൻ പറ്റും. പെർസെൻറ്റിലോട്ട് ആകാം 0.9 എന്ന് വരും. അപ്പൊ ഇവിടെ ഇതിന് ഞാൻ പറയാത്തൊരു കാര്യമുണ്ട്. ഇവിടെ ഇതിനെ 1 ആകുമ്പോൾ എന്ത് തന്നെ വരും? 1ന് അർത്ഥം 100% എന്നാണ്. ഫ്രാക്ഷനിൽ 1/1ന് അർത്ഥവും 100% എന്നാണ്. ഈ ഡെസിമൽ ഇതാ ഇവിടെ 90% എന്ന് പറഞ്ഞപ്പോൾ എന്ത് കിട്ടി? 0.9 എന്ന് കിട്ടി. അപ്പൊ 100% എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? 1 എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതേപോലെ ഈ 125% എന്താക്കാം? 125/100 എന്ന് കൊടുക്കാം. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? 5/4 എന്ന് കിട്ടും. കട്ട് ചെയ്താൽ 25 കട്ട് ചെയ്യുമ്പോൾ 5/4 എന്ന് കിട്ടും. ഈ 125നെ നമുക്ക് ഡെസിമലിലോട്ട് മാറ്റാൻ നോക്കിയിട്ട് 1.25. എന്താ? ഇതൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. അതിന്റെ ഡെസിമൽ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു എന്തിനേക്കാളും 100നെക്കാളും മേലെ പോകുന്നതാണ് പെർസെൻറ്റേജ് ആക്കുമ്പോൾ. അതേപോലെ തന്നെ നമ്മൾ 100% എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ ഈ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ നമ്മൾ ഡെസിമലിലോട്ട് മാറ്റുമ്പോൾ അതും എന്ത്? അത് 1നെക്കാളും മേലെ പോകും. ഇവിടെ 250 എന്ന് പറയുമ്പോൾ 250/100 എന്ന് കൊടുക്കാം. അപ്പൊ ഇതിൽ രണ്ടിനെ നമുക്ക് 50യിൽ കട്ട് ചെയ്യാം. 50യിൽ കട്ട് ചെയ്യുമ്പോൾ ഓരോ സീറോസ് ആദ്യം കട്ട് ചെയ്ത് കളയാം. സീറോസ് കട്ട് ചെയ്യുമ്പോൾ 25/10 എന്ന് കിട്ടും. 25/10നെ വീണ്ടും നമുക്ക് വേണമെങ്കിൽ ചെറുതാക്കാം. 5 തന്നെ കൊടുത്താൽ 5/2 എന്ന് കിട്ടും. ഈ 25/10 അല്ലെങ്കിൽ 250/100നെ നമുക്ക് ഡെസിമലിലാക്കാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഇങ്ങോട്ട് ഒരു സാധനം പോവും, പിന്നെ ഒരു സാധനം പോവും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും?
നമുക്ക് കിട്ടുന്ന ആൻസർ ഇതായിരിക്കും. ആൻസർ 2.50 എന്നായിരിക്കും. ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ പെർസെൻറ്റേജിനെ തന്നാൽ അതിനെ ഫ്രാക്ഷനിലോട്ട് മാറ്റാൻ പറ്റും, ഡെസിമലിലോട്ട് മാറ്റാൻ പറ്റും. അതേപോലെ ഒരു ഡെസിമലിനെ തന്നാൽ നമുക്ക് എന്താക്കാം, പെർസെൻറ്റേജ് ആക്കാൻ പറ്റും, ഡെസിമലിനെ ഫ്രാക്ഷൻ ആക്കാൻ പറ്റും, ഫ്രാക്ഷനെ പെർസെൻറ്റേജ് ആക്കാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാണോ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇതിനെല്ലാം ഈ ഫ്രാക്ഷനും ഡെസിമലും പെർസെൻറ്റേജും എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ തന്നെ ഓരോ ക്വാണ്ടിറ്റീസിനെ കമ്പയർ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതേപോലെ ഫിഗേഴ്സിനെ എങ്ങനെ പെർസെൻറ്റേജിലോട്ട് മാറ്റാമെന്നാണ്. ഇത് ഞാൻ ആദ്യത്തെ ഫ്രാക്ഷനിൽ തന്നെ പറഞ്ഞ്, ഇതും ഏത് വെച്ച് തന്നെയാണ് നമ്മൾ ബേസിക്കായിട്ട് ചെയ്യുന്നത്, ഫ്രാക്ഷൻ വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഫ്രാക്ഷൻ എടുക്കാൻ പറ്റൂ. ഇതിന്റെ ഇപ്പം പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിനെ ഫ്രാക്ഷൻ ആക്കാം. ആദ്യം ഫ്രാക്ഷൻ ആക്കുമ്പോൾ 1 ഈക്വൽ പാർട്ട്, 2 ഈക്വൽ പാർട്ട്, 3 ഈക്വൽ പാർട്ട്, 4 ഈക്വൽ പാർട്ട്. പിന്നെ 4 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും, ഇതിൽ എത്ര എണ്ണം ഡാർക്ക് ബ്ലൂ ആണ്, 3 എണ്ണം ഡാർക്ക് ബ്ലൂ ആണ്. അപ്പൊ 3/4 എന്ന് വരും. 3/4 × 100 ചെയ്താൽ മതി. നമുക്ക് അതിനെ എന്താക്കാം, പെർസെൻറ്റേജിലോട്ട് മാറ്റാന്നുള്ളതേ ഉള്ളൂ. പെർസെൻറ്റേജിലോട്ട് മാറ്റാന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇതിനെന്തായി, പെർസെൻറ്റേജിലായി ഇപ്പം. അതേപോലെ ഇവിടെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും, ഇവിടെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെയും കൂടെ ഒന്ന് കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിനെ പെർസെൻറ്റേജിലാക്കാൻ പറ്റുള്ളൂ. ഇവിടെയും കട്ട് ചെയ്യണം, ഇവിടെയും കട്ട് ചെയ്യണം. കാരണം ഈക്വൽ ആയിട്ടുള്ളതിനെ മാത്രമേ നമുക്ക് പെർസെൻറ്റേജ് ആക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിനെ ഈക്വൽ ആക്കുമ്പോൾ ഇവിടെ 1, 2, 3, 4, 5, 6 പാർട്ട് ഉണ്ട് ടോട്ടൽ. 6 പാർട്ടിൽ ഡാർക്ക് ബ്ലൂ ആയിട്ടുള്ള എത്ര പാർട്ടേ ഉള്ളൂ, 1, 2, 3 പാർട്ടേ ഉള്ളൂ. ഇവിടെ 1/2 ആണ്. ഇൻറ്റു 100 കൊടുത്താൽ നമുക്ക് എന്താവും, അതിനെ നമുക്ക് പെർസെൻറ്റേജിലോട്ട് മാറ്റാൻ പറ്റും. ഈ ഫിഗർ വരുമ്പോൾ ഇവിടെ നമുക്ക് കുറെ മാർക്കും തന്നിട്ടുണ്ട്. ഇവിടെ ഇത് 1/8 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത് 1/16 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത് 1/4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 1/4ന്റെ പകുതി എടുക്കുമ്പോൾ, /2 എടുക്കുമ്പോൾ 1/4 × 1/2 അതിന്റെ ഹാഫ് എടുക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 1/8 കിട്ടും. അപ്പൊ ഇവിടെ 2 എന്തായി മാറി, 1/8 ആയി മാറി. 1/4നെ നമുക്ക് ഹാഫ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്തായി, 1/8 ആയി. അതേപോലെ ഈ 1/8നെ വീണ്ടും ഹാഫ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായി മാറും, 1/16 ആയി മാറൂലേ. അപ്പൊ ഇതിനെ ഞാൻ എന്താ ഡയറക്റ്റ് നടുക്ക് വെച്ച് ഇങ്ങനെ കട്ട് ചെയ്താൽ ഇവിടെ എന്താവും, ഇതും ഈക്വൽ ആയിട്ടുള്ള ഇവിടെ ഒരു 1/16 പാർട്ട്, ഇവിടെ ഒരു 1/16 പാർട്ട്, ഇവിടെ 1/16 പാർട്ട്, ഇവിടെ 1/16 പാർട്ട്, ഇങ്ങനെ ഞാൻ കട്ടാക്കി. അതേപോലെ ഈ 1/8നെ വീണ്ടും എനിക്കിത് ഇങ്ങനെ ഹാഫ് ആയിട്ട് കട്ട് ചെയ്താൽ ഇവിടെ ഒരു 1/16, ഇവിടെ ഒരു 1/16. അങ്ങനെ ഈ 1/8നെ ഫുൾ എനിക്ക് എന്താക്കി മാറ്റാം, 1/16 പാർട്ടായിട്ട് കട്ട് ചെയ്യും. ഇനി ഇവിടെ ഇനി ഒരു 1/4 കൂടെയാണുള്ളത്. അപ്പോൾ 1/4നെ ആദ്യം എന്താക്കാം, 1/8 ആക്കാം. ഇതാ ഹാഫ് ആയിട്ട് കട്ട് ചെയ്താൽ 1/8 ആയി. ഞാൻ വീണ്ടും ഹാഫ് ആയിട്ട് കട്ട് ചെയ്താൽ ഓരോ 1/8നെ ഹാഫ് ആയിട്ട് കട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 1/16 പാർട്ട് കിട്ടും. അപ്പൊ നമ്മൾ ഇതിനെല്ലാം ഈക്വൽ ആയിട്ടുള്ള എന്താക്കി പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇനിയാണ് നമുക്ക് ഇതിന്റെ ഫ്രാക്ഷൻ എഴുതാൻ പറ്റുള്ളൂ. ഇനി എത്ര ഈക്വൽ പാർട്സ് ഉണ്ടോ നോക്കണം. അത് ഇവിടെ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16. ഇവിടെ ടോട്ടൽ എത്ര പാർട്ടുണ്ട്, 16 പാർട്ടുണ്ട്. 16 പാർട്ടിലെ എത്ര എണ്ണം ഷെയ്ഡ് ചെയ്തിട്ടുണ്ടോ നോക്കാം. 1, 2, 3, 4, 5, 8 എണ്ണമാണ് ഇവിടെ ഷെയ്ഡ് ചെയ്തേക്കുന്നത്. 8/16 എന്ന് പറഞ്ഞാൽ 1/2 ആണ് ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ടുള്ള. 1/2 × 100 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, അതിന്റെ പെർസെൻറ്റേജ് കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് നമ്മളൊരു ഫിഗറിനെ ആയാലും നമുക്ക് ഇങ്ങനെ എന്തിലാക്കാം, പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഓർക്കേണ്ട കാര്യം, ഫിഗർ ആയാലും ഫ്രാക്ഷൻ ആയാലും എല്ലാം നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റത്തുള്ളൂ, ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് മാത്രമേ അതിനെ എന്താക്കാൻ പറ്റുള്ളൂ, ഫ്രാക്ഷനിലോട്ട് മാറ്റാൻ പറ്റത്തുള്ളൂ. ഫ്രാക്ഷനിലോട്ട് മാറ്റിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പെർസെൻറ്റേജിലോട്ട് മാറ്റാൻ പറ്റും. അപ്പൊ ഇത്രയാണ് ഇതിലുള്ളത്. ഇനി ഇതിൽ കുറച്ച് ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്, അത് അടുത്ത വീഡിയോയിൽ വർക്കൗട്ട് ചെയ്യാം.